ഹലോ, വെൽക്കം ടു എഡുപ്ലി ചാനൽ. ഇറാൻ അമേരിക്ക യുദ്ധത്തിന് സമാധാനത്തിനായി തീവ്ര ശ്രമം. 2 ദിവസം പശ്ചിമേഷ്യയെ മുൾമുനയിലാക്കി ആക്രമണങ്ങൾക്ക് തീവ്രത കുറഞ്ഞതോടെ സമാധാന ശ്രമം ഊർജിതമാക്കി മധ്യസ്ഥ രാജ്യങ്ങൾ. അമേരിക്കയും ഇറാനും വീണ്ടും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ ഖത്തറിൻ്റെയും പാകിസ്ഥാൻ്റെയും നേതൃത്വത്തിലാണ് സമാധാനത്തിന് തീവ്ര ശ്രമങ്ങൾ നടക്കുന്നത്. ഇരുഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടാകാഞ്ഞത് ആശ്വാസ സൂചകമായാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഇറാനിലാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഖത്തറിൻ്റെ നേതൃത്വത്തിൽ ചർച്ച നടക്കുന്നത് US ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. സമാധാന കരാറിലെ ധാരണകൾ മാനിക്കണമെന്നും കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ചർച്ചകൾ തുടരണമെന്നും ഖത്തർ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു. ഈജിപ്ത് വിദേശമന്ത്രിയുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. എന്നാൽ പുതിയ മധ്യശ്രമങ്ങൾക്ക് ആക്രമണങ്ങൾ ആവർത്തിക്കുന്നത് തടയാൻ കഴിയുമോ എന്നതും ഇപ്പോഴും വ്യക്തമല്ല. നമ്മുടെ മുൻകാല ചരിത്രത്തിന് ഇങ്ങനെ മധ്യശ്രമങ്ങൾ വരും, സമാധാന ശ്രമങ്ങൾക്ക് ഒപ്പിടും, നമ്മളെ ലോകരാജ്യങ്ങളെല്ലാം സാധാരണ നിലയിലാകും. ആ നേരത്താണ് അമേരിക്ക കയറിയടിക്കുക. തുടർ ചർച്ചകൾ നടത്താൻ ടെഹ്റാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇറാനുമായി ചർച്ച നടത്താൻ അമേരിക്ക സമ്മതിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ ഇപ്പോൾ അവസാനിച്ചു എന്നും പറഞ്ഞു. അമേരിക്കൻ ഇറാൻ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹോർമൂസിൽ ബദൽ പാത ഒരുക്കാനുള്ള അമേരിക്കയുടെ നീക്കമാണ് വീണ്ടും പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കിയത്. അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരൻ അമേരിക്ക തന്നെയാണ്. ഒരു കരാർ ഒപ്പിട്ട് ആ കരാറിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ വേറെ ബദൽ യാത്ര, വേറെ നീക്കം അമേരിക്ക നടത്തുന്നതാണ് ഈ കരാർ പൊളിയാനും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കാരണം. എല്ലാം അമേരിക്കൻ ലോബിയുടെ സമ്മർദ്ദത്തിൻ്റെ ഫലങ്ങളാണ്. ഇതിനിടെ ഒരു ചോദ്യമുള്ളത്, തെക്കൻ ഇറാനിൽ ആക്രമണം നടത്തിയത് ആര്? 2 ദിവസത്തെ അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ വ്യാഴാഴ്ച രാത്രി തെക്കൻ ഇറാനിൽ വ്യാപക വ്യോമാക്രമണങ്ങൾ ഉണ്ടായതിനു പിന്നിൽ ആരെന്ന ചോദ്യം ഉയരുന്നു. വ്യാഴാഴ്ച രാവിലെ മുതൽ പുതിയ ആക്രമണങ്ങൾ ഒന്നും നടത്തിയിട്ടില്ലെന്ന് US വ്യക്തമാക്കി. ഇറാൻ ഔദ്യോഗികമായി ഒരു രാജ്യത്തെയും പരാമർശിച്ചിട്ടില്ലെങ്കിലും ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന സംശയവും ഉയരുന്നുണ്ട്. വ്യാഴം രാത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ സമാധാന ശ്രമത്തിനായി ഖത്തറും പാകിസ്ഥാനും തീവ്ര ശ്രമത്തിലാണ്. സമാധാനം പുലരട്ടെ എന്ന് നമ്മൾക്കെല്ലാം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.